വഴി നടത്തുന്നോൻ എന്നെ, വഴി നടത്തുന്നോൻ എൻ്റെ ഈ മരുയാത്രയിൽ താളടിയാകാതെ എന്നെ നടത്തുന്നോൻ. എൻ്റെ ഈ മരുയാത്രയിൽ താളടിയാകാതെ എന്നെ നടത്തുന്നോൻ, എന്നെ വഴി നടത്തുന്നോൻ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 68 സങ്കീർത്തനം അതിൻ്റെ 20 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. അതേ, ദൈവം തൻ്റെ ശത്രുക്കളുടെ തലയും തൻ്റെ അകൃത്യത്തിൽ നടക്കുന്നവൻ്റെ രോമമുള്ള നിറകയും തകർത്ത് കളയും. നീ നിന്റെ ശത്രുക്കളുടെ രക്തത്തിൽ കാൽ മുക്കേണ്ടതിനും അവരുടെ മാംസത്തിൽ നിന്റെ നായ്ക്കളുടെ നാവിന് ഓഹരി കിട്ടേണ്ടതിനും ഞാൻ അവരെ ബാശാനിൽ നിന്ന് മടക്കി വരുത്തും. സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് അവരെ മടക്കി വരുത്തും. ദൈവമേ, അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ട് എൻ്റെ ദൈവവും രാജാവുമായവൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള എഴുന്നള്ളത്ത് തന്നെ. സംഗീതക്കാർ മുമ്പിൽ നടന്നു, വീണക്കാർ പിമ്പിൽ നടന്നു, തപ്പുകൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു. ഇസ്രായേലിൻ്റെ ഉറവിൽ നിന്നുള്ളവരെ, സഭായോഗങ്ങളിൽ നിങ്ങൾ കർത്താവായ ദൈവത്തെ വാഴ്ത്തുവിൻ. അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമിനും യഹൂദ പ്രഭുക്കന്മാരും അവരുടെ സംഘവും സെബൂലും പ്രഭുക്കന്മാരും നഫ്താലി പ്രഭുക്കന്മാരുമുണ്ട്. നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു. ദൈവമേ, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് സ്ഥിരപ്പെടുത്തണമേ. അതിനെ നമ്മളെ കേൾപ്പിക്കുന്ന ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവ് യഹോവയ്ക്കുള്ളവ തന്നെ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. രോഗാവസ്ഥയിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും മറ്റേതെല്ലാം വിധത്തിൽ ആപത്തുകളോ അപകടങ്ങളോ നേരിട്ടപ്പോഴൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇത്രത്തോളം ദൈവം നമ്മളെ നടത്തിയ വിധം ഓർത്താൽ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് ദൈവം നമുക്ക് നൽകുകയായിരുന്നു. ആമേൻ, സ്തോത്രം. എന്നാലും ഒരിക്കൽ ജനനവും ഒരിക്കൽ മരണവും അത് ദൈവം നിശ്ചയിച്ച് തന്നെയാണല്ലോ. ജീവനും മരണത്തിനും ഇടയിലുള്ള കാലങ്ങൾ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. അതേ, ദൈവം തൻ്റെ ശത്രുക്കളുടെ തലയും തൻ്റെ അകൃത്യത്തിൽ നടക്കുന്നവൻ്റെ രോമമുള്ള നിറകയും തകർത്ത് കളയും. നീ നിന്റെ ശത്രുക്കളുടെ രക്തത്തിൽ കാൽ മുക്കേണ്ടതിനും അവരുടെ മാംസത്തിൽ നിന്റെ നായ്ക്കളുടെ നാവിന് ഓഹരി കിട്ടേണ്ടതിനും ഞാൻ അവരെ ബാശാനിൽ നിന്ന് മടക്കി വരുത്തും. സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് അവരെ മടക്കി വരുത്തും എന്നാണ് വചനം നമ്മളെ കേൾപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവമേ, അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ടു. എൻ്റെ ദൈവവും രാജാവുമായവൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള എഴുന്നള്ളത്ത് തന്നെ. സംഗീതക്കാർ മുമ്പിൽ നടന്ന്, വീണക്കാർ പിമ്പിൽ നടന്ന്, തപ്പുകൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു. ആമേൻ, ദൈവത്തിന് സ്തോത്രം. എത്ര മനോഹരമായ ഒരു വരവ്! എൻ്റെ പ്രിയൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ആത്മാവിൽ ഒരുങ്ങി നിൽപ്പാൻ ദൈവം സഹായിക്കട്ടെ. 26 വാക്യം പറഞ്ഞു, ഇസ്രായേലിൻ്റെ ഉറവിൽ നിന്നുള്ളവരെ, സഭായോഗങ്ങളിൽ നിങ്ങൾ കർത്താവായ ദൈവത്തെ വാഴ്ത്തുവിൻ. സഭായോഗങ്ങളിൽ, വിശുദ്ധ ആരാധനാലയത്തിൽ ദൈവം നമ്മളെ നടത്തിയ എല്ലാ നന്മകൾക്കും എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ. സഭായോഗങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം നമുക്ക് നൽകിയ എല്ലാ നന്മകൾക്ക് നന്ദിയോടെ സ്തോത്രം പറയുവാൻ ദൈവം സഹായിക്കട്ടെ. എന്ത് നന്മകൾ ലഭിച്ചു? കഷ്ടതയുണ്ട്, കണ്ണുനീരുണ്ട്, വേദനയുണ്ട്, ദുഃഖമുണ്ട്, പ്രശ്നങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഏറെയുണ്ട്. എങ്കിലും ഈ കഷ്ടതയുടെയൊക്കെ നടുവിലൂടെ കരം പിടിച്ച് നടത്തുന്ന ദൈവത്തെ, ഇത്രത്തോളം ദൈവം നമ്മളെ നടത്തിയില്ലേ, ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സഭായോഗങ്ങളിൽ ഒന്ന് കടന്നു ചെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ അവസരം കിട്ടിയാൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണത്. ആമേൻ, സ്തോത്രം. സഭായോഗങ്ങളിൽ നിങ്ങൾ കർത്താവായ ദൈവത്തെ വാഴ്ത്തുവിൻ. ആവശ്യമല്ലേ ഒരു സാക്ഷ്യം പറയുവാൻ ദൈവം സഹായിക്കട്ടെ. അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമിനും യഹൂദ പ്രഭുക്കന്മാരും അവരുടെ സംഘവും സെബുലും പ്രഭുക്കന്മാരും നഫ്താലി പ്രഭുക്കന്മാരുമുണ്ട്. നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു. ദൈവമേ, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് സ്ഥിരപ്പെടുത്തണമേ. ഹല്ലേലൂയ. ഏറ്റവും മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് അവിടെ വെക്കുന്നത്. നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു. ദൈവമേ, ഹല്ലേലൂയ, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് സ്ഥിരപ്പെടുത്തണമേ. ആമേൻ, ഹല്ലേലൂയ. ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ദൈവം വെറുക്കുന്നുള്ള ദൈവമക്കളെ, സ്ഥിരമായി നിൽക്കുക എന്നുള്ളത് നീതി കൊണ്ട് സിംഹാസനത്തെ സ്ഥിരപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നത്. ആമേൻ, സ്തോത്രം. ആകയാൽ നീതിയോടെ തന്നെ നിൽപ്പാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ. ആമേൻ. ഒരു പ്രശ്നമില്ലാതെ, ഒരു സങ്കടവും വേദനയും ഒന്നുമില്ലാതുള്ള നിൽപ്പല്ല. കാരണം പൂർവ്വപിതാക്കന്മാർ മുതൽ അപ്പോസ്തലന്മാരെ വരെ നമ്മൾ നോക്കിയാൽ ദൈവമക്കളെ, അതൊക്കെ അവർക്ക് കടന്നുപോയ വഴികൾ, ആമേൻ, സ്തോത്രം, അതിശയമാണ്.
അതാണ് വിശ്വാസി പോയ വഴിയെ അവിശ്വാസിക്ക് ഒരിക്കലും പോരുവാനായിട്ടും സാധിക്കത്തില്ല. വിശ്വാസി പോയ വഴി കരം പിടിച്ച് നടത്തുന്ന ദൈവം നമ്മുടെ കൂടെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഇപ്പോൾ ദൈവമക്കളെ, ന്യായവിധിയുടെ ഈ നാളുകളിൽ മരണം നമുക്കെല്ലാവർക്കും ഉണ്ടല്ലോ. മരിക്കും മുമ്പ് എൻ്റെ കർത്താവിനെ ആശ്രയം വെച്ചുകൊണ്ട് കർത്താവ് നൽകിയ സകല ഉപകാരങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ മനോഹരമായ ഒരു ഉപകരണം, അതേ ദൈവത്തെ വാഴ്ത്തുന്ന ഒരു മനോഹരമായ ഉപകരണമായി തീരുവാൻ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങളൊക്കെയും താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ കർത്താവെ, മരണപരമായ ആപത്തുകളും അനർത്ഥങ്ങളും കടന്നു വന്നപ്പോൾ മരണത്തിന് വിട്ടുകൊടുക്കാതെ കർത്താവ് ഞങ്ങളെ കാത്തു പരിപാലിച്ചു. ഇത്ര കാലം ഞങ്ങളെ പോറ്റി പുലർത്തി. ഇനിയുള്ള നാളും കർത്താവെ, എത്ര കാലമാണ് ഞങ്ങൾക്ക് ഈ ഭൂമിയിലെ വാസം എന്ന് ഞങ്ങൾ അറിയുന്നില്ല, അത് അങ്ങ് അറിയുന്നല്ലോ കർത്താവെ. അത്ര നാള് എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തിയും എൻ്റെ കർത്താവിൽ പ്രത്യാശയുള്ളവരായി, എൻ്റെ കർത്താവിൽ ആത്മാവി ബലമുള്ളവരായി, എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട ഉപകരണങ്ങളായി, കർത്താവെ നന്ദിയുടെ വാടാ മലരായി എൻ്റെ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ അടിയങ്ങളൊക്കെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. ഈ ന്യായവിധിയുടെ നാളുകളിൽ കർത്താവെ വിശുദ്ധിയോടെ, വിശ്വാസത്തോടെ, ഭയത്തോടെ നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അറിഞ്ഞു പറയാതെയും ചെയ്തു പോയ സകല പാപങ്ങളെയും പിതാവെ അവിടുന്ന് പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ കർത്താവ്, രോഗാവസ്ഥയിൽ കിടക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരം നിൻ്റെ മക്കളുടെ ശിരസിലേക്ക് ഒന്ന് തൊടണേ കർത്താവേ. ഏത് രോഗാവസ്ഥയിലായിരുന്നാലും ഹല്ലേലൂയ, രോഗികൾക്ക് വൈദ്യനായ പൊന്നു കർത്താവേ, അവിടുത്തെ കരം നിൻ്റെ മക്കളെ ഒന്ന് തൊട്ട് അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവിനെ സഭായോഗങ്ങളിൽ വാഴ്ത്തുവാൻ കർത്താവ് സഹായിക്കണേ. അതിനാൽ നന്മയ്ക്കായ ഒരടയാളം കർത്താവ് ഒരുക്കി കൊടുക്കണമേ. കർത്താവെ, മക്കളില്ലാത്തവരെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഭായോഗങ്ങളിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ. ഹല്ലേലൂയ, സ്തോത്രം കർത്താവെ. ഉത്തരഫലത്തെ ദൈവം കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഏത് വിധത്തിലുള്ള കഷ്ടതയാണോ നിൻ്റെ കുഞ്ഞുങ്ങളെ കരയിപ്പിക്കുന്നത്, ആ വിഷയത്തെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അതിന്മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനം കാണുവാൻ കർത്താവ് സഹായിക്കണമേ. എൻ്റെ കർത്താവെ, സകലത്തിനും മതിയായവനായ നല്ല ദൈവമേ, എൻ്റെ മക്കളുടെ പ്രാർത്ഥനാ വിഷയത്തെ കർത്താവ് തൊട്ടനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവിനെ സാക്ഷീകരിപ്പാൻ എല്ലാവരെയും സഹായിക്കണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പാ, കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ, സ്തോത്രം.